നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തോളം പ്രിയപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ മലയാളം. അമ്മയുടെ നാവിൽ നിന്ന് ആദ്യമായി കേൾക്കുന്ന മാധുര്യമുള്ള ശബ്ദമാണ് മലയാളം. അമ്മ എന്ന പദം തന്നെ മലയാളത്തിൻ്റെ ആഴവും സ്നേഹവും പറഞ്ഞു തരുന്നു. ആ പദത്തിന് മുലപ്പാലിൻ്റെ മാധുര്യവും പരിശുദ്ധിയുമാണ്. തങ്ങളുടെ ജീവിതം മുഴുവൻ മലയാളത്തിന്റെ വളർച്ചയ്ക്കായി സമർപ്പിച്ച അനേകം മഹാന്മാരുണ്ട്. എഴുത്തച്ഛൻ, കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ, ചങ്ങമ്പുഴ, ബാലാമണി അമ്മ, വള്ളത്തോൾ തുടങ്ങി നിരവധി മഹാന്മാർ മലയാളത്തിന്റെ മാധുര്യം അനശ്വരമാക്കി. വള്ളത്തോൾ എഴുതിയതുപോലെ ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഇവിടെ കേരളം എന്ന ഭാവനയുടെ കാതൽ നമ്മുടെ മലയാള ഭാഷ തന്നെയാണ്. 2013 നമ്മുടെ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. എത്ര സുന്ദരമാണ് മലയാളം. മലയാളം നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഭാഷയ്ക്ക് മരണമുണ്ടോ? ഉണ്ട്. ലോകത്തിനകം എത്രയോ ഭാഷകൾ മരിച്ചുപോയി. ഓരോ 2 ആഴ്ചയിലും ഒരു ഭാഷ മരിക്കുന്നു എന്നാണ് ഭാഷാ പണ്ഡിതനായ ഡേവിഡ് ക്രിസ്റ്റൽ വ്യക്തമാക്കിയത്. 2100ഓടെ ഭാഷകളിൽ പകുതി അപ്രത്യക്ഷമായേക്കാം എന്നാണ് പത്രവാർത്ത. അയ്യോ, നമ്മുടെ മലയാളവും മരിച്ചു പോകുമോ? പേടി തോന്നുന്നുണ്ടോ കൂട്ടുകാരെ? ഇംഗ്ലീഷിന്റെ മൂടുപടത്തിൽ നാം മലയാളം പറഞ്ഞിട്ടില്ലെങ്കിൽ മരണമുറപ്പ്. അത്ര കണ്ട് ഇംഗ്ലീഷ് പദമാണ് നാം ദിവസവും ഉപയോഗിക്കുന്നത്. കേൾക്കുമ്പോൾ ടെൻഷൻ തോന്നുന്നുണ്ടോ? ഇതാ, ഉത്കണ്ഠ എന്ന പദത്തെ ടെൻഷൻ എന്ന പദം കൊണ്ട് ഞാൻ മറച്ചിരിക്കുന്നു. പക്ഷേ കേരളം ഭരണഭാഷ വരെ മലയാളത്തിലാക്കി ഭാഷാ സംരക്ഷണത്തിന്റെ പാതയിലാണ്. ഇതിനു വേണ്ടി നാം ഉറച്ചു നിൽക്കണം. ഇംഗ്ലീഷ് ലോക ഭാഷയാണ്. അത് പഠിക്കേണ്ട എന്നല്ല, മലയാളത്തെ കൈവിടരുത് എന്നാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാലേ രക്ഷയുള്ളൂ എന്നാണ് ചിലരുടെ അന്ധവിശ്വാസം. കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി എന്ന് അഭിമാനിക്കുന്നവർ ഓർക്കണം. സർക്കാർ ജോലി വേണമെങ്കിൽ മലയാള ഭാഷ പഠിക്കണം എന്ന നിയമവും ഉണ്ട്. 96.4% ആളുകൾ ഇവിടെ മലയാളം സംസാരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച ഭാഷയാണ് മലയാളം. ദേശാഭിമാനവും ഭാഷാഭിമാനവും വളരണമെങ്കിൽ വിദ്യാഭ്യാസം മാതൃഭാഷയിലൂടെ ആവണം. നാടൻ ഭക്ഷണം സ്വന്തം നാട്ടിൽ സ്പെഷ്യൽ വിഭവമായി മാറിയ നാടായി കേരളം മാറി എന്നത് സങ്കടകരമാണ്. മാതൃഭാഷാ പഠനത്തോട് ഇത്രയേറെ ഐത്തം കൽപ്പിക്കുന്ന ദേശം മലയാള നാടല്ലാതെ വേറെയില്ല. ഭാഷ ഇല്ലാതാവുന്നതിനർത്ഥം സംസ്കാരമില്ലാതാവുക എന്നതാണ്. തന്റെ പാരമ്പര്യവും തനിമയും സ്വന്തമായും സ്വതന്ത്രമായും അവതരിപ്പിക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലൂടെയാണ്. നമ്മുടെ അഭിമാന ഭാഷയുടെ ജീവൻ നമ്മളിലാണ്. 6 നാട്ടിൽ 100 ഭാഷ എന്നാണല്ലോ ചൊല്ല്. ഓൻ കീഞ്ഞു പാഞ്ഞി എന്നതും അവൻ ഇറങ്ങി ഓടി എന്നതും മലയാളം തന്നെ. പകരം വെക്കാനില്ലാത്ത സൗന്ദര്യമാണ് എൻ്റെ മലയാളത്തിന്. മലയാളമാണെൻ്റെ ഭാഷ, എന്ത് സുഖമാണത് ചൊല്ലി കേൾക്കാൻ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, അമ്മിഞ്ഞ മധുരമീ ഭാഷ, അമൃതിൻ മധുരമീ ഭാഷ, മധുരം മലയാളം എൻ്റെ ഭാഷ. കൂട്ടുകാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സംസാരത്തിലും എഴുത്തിലും മലയാളത്തെ ശുദ്ധിയോടെ നിലനിർത്താൻ നാം പ്രതിജ്ഞാബദ്ധരാകണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാതൃഭാഷയെ പരിപോഷിക്കാനും അതിൻ്റെ വരും തലമുറയ്ക്ക് കൈമാറാനും പ്രതിജ്ഞയെടുക്കാം. നന്ദി. ജയ് ഹിന്ദ്, ജയ് മലയാളം.